വരന്തരപ്പള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, റോഡിലെ മരണക്കുഴികൾ ഉടൻ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി.ജെ.പി. വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പള്ളിക്കുന്നിൽ നിന്ന് വരന്തരപ്പള്ളി വരെ നടത്തിയ മാർച്ച് ബി.ജെ.പി. ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ.ജി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. മേഖലാ പ്രസിഡന്റ് കെ. രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. കെ. സത്യൻ, സലിൽ കുണ്ടാനി, കെ. രാജൻ, എ. പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. നേതാക്കളായ ടി.എസ്. അനിൽ തെക്കൂട്ട്, വി.ആർ. പരമേശ്വരൻ, അജിതൻ നെല്ലിപ്പറമ്പിൽ, മോഹൻദാസ് മുളയ്ക്കൽ, സി.എ. രഞ്ജിത്ത്, ഗോപി അമ്മംകുളം, ജയൻ കാരിക്കോട്ട്, രജീന്ദ്രൻ നെല്ലിപ്പറമ്പിൽ, ഓമനക്കുട്ടൻ ടി.കെ., അനിൽകുമാർ ജയദേവൻ, ബാബു, കേശവൻ എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാൻ സാധിക്കും, വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന വരന്തരപ്പള്ളി മുതൽ ജനതാ സ്കൂളിൻ്റെ പരിസരം വരെയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. വരന്തരപ്പള്ളി മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ്. തികച്ചും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രതിഷേധ മാർച്ചിൽ സഹകരിക്കണമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഔദാര്യമല്ല, അവകാശമാണ് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തേണ്ട സർക്കാരിൻ്റെ കടമ നിർവഹിക്കാതെ ജനങ്ങളുടെ യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന മരണക്കുഴികളും കുണ്ടും കുഴികളും നിറഞ്ഞിട്ടുള്ള റോഡാണ് പൊതുവെ സംസ്ഥാനം മുഴുവനും, പ്രത്യേകിച്ച് വരന്തരപ്പള്ളിയിൽ. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ആരാധനായ അധ്യക്ഷൻ ഇവിടെ വിവരിക്കുകയുണ്ടായി. നമുക്കറിയാൻ സാധിക്കും, ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണക്കെണികളായിട്ടുള്ള റോഡിലെ കുഴികളാണ്. എല്ലാ മേഖലയിലും ദിനം പ്രതി നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഈ മരണക്കുഴികളിൽ വീണുകൊണ്ട് നിരവധിയായ ആളുകൾ മരണമടയുന്നു, അപകടത്തിലേർപ്പെടുന്നു എന്നുള്ള കാര്യം. റോഡിനു വേണ്ടി ഇത്രയധികം പൈസ ചെലവാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പദ്ധതികൾ വിനിയോഗം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തില് കേരളത്തിന്റെ അനാസ്ഥ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, മരണക്കെണികളായ കുഴികൾ കേരളത്തിലുടനീളം മുഖ്യമന്ത്രി തന്നെ അത് സ്ഥിരീകരിക്കുന്ന അവസ്ഥ നമ്മുടെ ജില്ലയിൽ കാണുന്ന സാഹചര്യം ഉണ്ടായി.